ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ തമിഴിൽ കൊടുത്തിട്ടുള്ള കണക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് മീഷോ കുർത്തീസായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് മീഷോ കുർത്തികൾ നമുക്ക് പറയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300-ൽ വരുന്ന കുറച്ച് കുർത്തീസാണ്. 7 എണ്ണം ഉണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ബിക്കോസ് ഞാൻ ഇതിൻ്റെ റേറ്റും അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ കണ്ടു നോക്കൂ കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇതൊന്ന് അൺബോക്സിങ് ചെയ്തിട്ട് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അൺബോക്സിങ് ചെയ്ത് വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. സോ ഞാനിത് പൊട്ടിച്ചിട്ട് ഇതാ വരുന്നു. അപ്പം അങ്ങനെ ഞാനെല്ലാം അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഓരോന്നിട്ട് കാണിച്ചു തരാമേ. അതിൻ്റെ റേറ്റും അതുപോലെ തന്നെ റേറ്റ് സൈഡിൽ കൊടുത്തേക്കാം. അതുപോലെ ഞാൻ ഈ യൂസ് ചെയ്തിട്ട് ഇട്ടിട്ട് ഞാൻ വേറെ കാണിച്ചു തരട്ടെ, സൈഡിൽ കൊടുത്തേക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇടുമ്പോൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാവാത്തോണ്ടിട്ടാണ്. ഫസ്റ്റ് തന്നെ ദേ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ 300-ൻ്റെ അകത്ത് ആ ഒരു റേറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളറിലെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 370 സംതിങ് ആണെന്ന് തോന്നുന്നു, 370 എന്താണെന്ന് തോന്നുന്നു. ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. റേറ്റൊക്കെ ഞാൻ മറന്നുപോയതാണ്. കണ്ടോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഒരു സ്വീക്വൻസ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും ആണ് വരുന്നത്. ആ പിക്കിൻ്റെ അകത്ത് എന്താണോ കാണിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വരുന്നത്. എനിക്ക് ഗ്രീൻ കളറിലെ ഡ്രസ്സ് അങ്ങനെ ഇല്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഗ്രീൻ കളർ എടുത്തത്. ഇതിൻ്റെ സ്ലീവ് വരുന്നത് 3/4 അല്ല, എൽബോ അല്ല, കുറച്ചും കൂടെ ലെങ്ത് ഉണ്ട്. എൽബോനേക്കാളും കുറച്ചും കൂടെ ലെങ്ത് ഉണ്ട് കേട്ടോ. ഫുൾ സ്ലീവും അല്ലാത്ത പോലെ നിൽക്കും. സംഭവം നല്ല മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. 370 എന്തോ ആണെന്ന് തോന്നുന്നു എൻ്റെ റേറ്റ്. അത് 364 കറക്റ്റ്, എനിക്ക് ഓർമ്മയില്ല, അതാണ് കേട്ടോ. ആ ഒരു റേറ്റിന് ഇത് വേർത്താണ്. 300 സംതിങ് എല്ലാം ഉള്ളൂ. നല്ല മെറ്റീരിയലുമാണ്. ഇത്രയും സ്വീക്വൻസ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ എൻ്റെ സൈസ് വരുന്നത് മീഡിയം ആണ്. നിങ്ങളുടെ സൈസ് അറിയാമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സൈസ് അടിച്ചു കൊടുത്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. നമുക്ക് പിന്നെ ഓൾട്ടർ ചെയ്യിക്കൊന്നും വേണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അത് സ്മോൾ തൊട്ടിട്ട് XXL വരെ അവൈലബിൾ ആണ് കേട്ടോ. സോ ആർക്കെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. കളറും നല്ല ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു ഫോണിൽ കാണുന്നതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ ഭംഗി നേരിട്ട് കാണാനാണ്. നമുക്ക് അടുത്ത് നോക്കാം. പിന്നെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ. എനിക്ക് ബ്ലാക്കിനോട് ഭയങ്കര താല്പര്യമാണ്. ഇനി അതുകൊണ്ടിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. അതുപോലെ തന്നെ ഗോൾഡും റെഡും ചെറിയ പെയിൻറ്റിങ് വരുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം തീരുമാനമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാടിട്ട് വാഷ് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം കളർ പോകും. ഞാൻ ഇതേ ടൈപ്പിൽ എനിക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടിട്ടാട്ടോ പറഞ്ഞത്. ഇതും ഒരു എൽബോ ടൈപ്പ് സ്ലീവാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഇതേ ഇങ്ങനെ ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ടേ കെട്ടിയിടാം. പിന്നെ ഫ്രണ്ടിൽ ചെറിയ ഒരു 3 കണ്ടോ, 3 ബട്ടൺസ് പോലെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ വേറൊരു വർക്കാണ്. താഴത്ത് വന്നിട്ട് ഒരു ചെറിയൊരു ഗോൾഡൻ കളറിലെ വർക്ക് വന്നിട്ട് മുകളിലെ പോലെ തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. കണ്ട, ഉള്ളിൽ ഷിമ്മിയൊക്കെ യൂസ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. കണ്ട, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. സോ ലൈനിങ് ഇല്ലാത്തതുകൊണ്ടിട്ട് ആ ഒരു പ്രശ്നം മാത്രമേ തോന്നുള്ളൂ. പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് 310 അത് ഞാൻ സൈഡിൽ കൊടുത്തേക്കാമേ. ആ ഒരു റേറ്റിൽ വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അതിൻ്റെ കളർ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അറിഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചത്. എനിക്ക് ഒരു 2-3 ഇട്ടാലും വേണ്ടിയില്ല. എനിക്ക് ആ ഒരു മെറ്റീരിയൽ, ആ ഒരു ഡിസൈൻ വേണമെന്നുള്ളതുകൊണ്ടിട്ട് കേട്ടോ ഞാൻ മേടിച്ചത്. പിന്നെ ഇതൊരു ഗ്രേ കളറിലാണ് വരുന്നത്. ഇതിന് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റാണ് കേട്ടോ. സ്ലീവ് നെറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലും നെറ്റാണ് വരുന്നത്. പിന്നെ താഴത്തേക്ക് വന്നിട്ട് ഫുള്ള് ത്രെഡ് വർക്കാണ്. നല്ല രസമുണ്ട്. വർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ റേറ്റ് 363 രൂപയാണ്. കൂട്ടത്തിൽ 2 ഈ 2 ഉള്ളൂ. ആദ്യം കാണിച്ചത് ഈ 3rd വണ്ണും മാത്രമാണ് ഇത്തിരി റേറ്റ് ഉള്ളത്. ബാക്കിയെല്ലാം ഒരു 300, 2, 4, 10 അതിൻ്റെ അകത്തൊക്കെ ഉള്ളതാണ് കേട്ടോ. കണ്ടോ, ഇത് പക്ഷേ ഞാൻ പറയട്ടെ, ഇതിൻ്റെതും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. കാര്യം ഇതിൻ്റെ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കട്ടിയുള്ളതാണ്. അല്ലാണ്ടിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നെറ്റ് കുറച്ച് കട്ടിയുള്ളതാണെന്നേ ഉള്ളൂ. എൻ്റെ ദൈവമേ, ഇപ്പം ഞാൻ താഴെ പോയേനെ.
നെറ്റ് കുറച്ച് കട്ടിയുള്ളതാണെന്നേ ഉള്ളൂ, പക്ഷെ താഴത്തെ വർക്കൊക്കെ നല്ല രസമുണ്ട്. ഒരു ബ്ലൂ കളറിലെ പാൻറ്റോ അല്ലെങ്കിൽ ഈ ഒരു കളറിലെ പാൻറ്റോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. സംഭവം കൊള്ളാം. പക്ഷേ ഉള്ളിലെ ലൈനിങ് വരുന്നത് പോളിസ്റ്റർ പോലെ എന്തോ ഒരു മെറ്റീരിയലാണ്. അത് ഭയങ്കര വലിയ ക്വാളിറ്റി ഒന്നുമില്ല. 368 രൂപയ്ക്ക് കുഴപ്പമില്ല. ഓക്കെ അത്രേ ഉള്ളൂ. ഭയങ്കര നല്ലതൊന്നും ഞാൻ പറയത്തില്ല, ഓക്കെ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. വേറെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. സ്മോൾ തൊട്ടിട്ട് XXL വരെ അവൈലബിൾ ആണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റമാണ് ഇതിൻ്റെ തന്നെ എനിക്കൊരു ഗൗൺ ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോഴും ഉണ്ട് കണ്ടോ. ഇത് ഫുൾ സ്ലീവാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 312 എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു, 308 312 എന്തോ ആയിരുന്നു. പക്ഷേ സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എൻ്റെ സൈസ് മീഡിയം ആണ്. ഫുള്ള് ഈ ഒരു പ്രിൻ്റാണ് വരുന്നത്. ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. ഫുൾ സ്ലീവാണ് വരുന്നത്. സംഭവം ഞാൻ ആഗ്രഹിച്ചെടുത്താണ്. ആഗ്രഹിച്ച പോലെ തന്നെ കിട്ടി. എനിക്കിഷ്ടമായി സംഭവം. അതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ മതി, ഞാൻ കമൻറ്റ് ചെയ്യാം. പിന്നെന്താ പറയുക, സൈഡിൽ ഞാൻ റേറ്റ് കൊടുത്തേക്കാം. ഞാൻ ആലോചിക്കുന്നത് 312 എന്തോ ആയിരുന്നു തോന്നുന്നു കേട്ടോ റേറ്റ്. സംഭവം എനിക്ക് ഇഷ്ടമായിട്ടോ, നല്ല രസമുണ്ട്. കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ്. ഈ ഒരു റേറ്റിന് ഇത് വേർത്താണ് എനിക്ക് തോന്നുന്നുണ്ട്. സംഭവം സൂപ്പറാണ്. വേറെ ഉള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്കിത് കുറച്ചും കൂടി ഇഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെ ഫുൾ സ്ലീവ് വരുന്ന ജോർജറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാ. പിന്നെ അടുത്തത് വരുന്നത് അതേണ്ടേ ഈ ഒരു ഗ്രേ കളറിൽ തന്നെ. ഞാൻ എന്തിനാ ഈ 2 ഗ്രേ എടുത്തതെന്ന് എനിക്ക് അറിയാൻ വയ്യ. രണ്ടും ഏകദേശം ഒരേ പ്രിൻ്റൊക്കെ പോലെ തോന്നുന്നുണ്ട് കണ്ടോ. മറ്റേത് ത്രെഡ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള പ്രിൻ്റാണ്. കോട്ടൺ മെറ്റീരിയലാണ്, ലൈനിങ് ഇല്ല. 308 304 എന്തോ ആണെന്ന് തോന്നുന്നു. ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. റേറ്റ് കറക്റ്റ് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നെക്ക് പോർഷനിൽ മാത്രമായിട്ട് മെഷീൻ വർക്ക് വരുന്നുണ്ട്. പിന്നെ സ്ലീവിൽ ജസ്റ്റ് ഒരു ഗോൾഡൻ കളറിലൊരു സംഭവം വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതുണ്ടല്ലോ കുത്തും. നമ്മൾ കയ്യിലിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ മടക്കിയൊക്കെ ചെയ്യുമ്പോൾ കുത്തും. എനിക്കുണ്ടായിരുന്നു ഇതുപോലത്തെ ഡ്രസ്സ്, അതുകൊണ്ടിട്ട് എനിക്കറിയാം കുത്തു കിട്ടും എന്നുള്ള കാര്യത്തിൽ. പിന്നെ അടുത്തതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണേ. കണ്ട, ഇതൊരു കോട്ടൺ ആണ്. ഇതിൻ്റെ ഫ്രണ്ട് കണ്ടോ, ഹെവി വർക്കാണ്, അതായത് മെഷീൻ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട്. ഒരു ഓറഞ്ചും റെഡും ഗ്രീനും ഒക്കെ വരുന്ന നല്ല രസമുണ്ട്. അതിൻ്റെ സ്ലീവും അതുപോലെ തന്നെയാണ് കേട്ടോ. അതുപോലെ അതിൻ്റെ അകത്ത് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് മിററാണ് കേട്ടോ. സംഭവം കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട്. പിക്ക് കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടമായിരുന്നു. പിക്കിൻ്റെ അകത്തുള്ള കണക്ക് തന്നെ, വേറെ വർക്കൊന്നുമില്ല. ഫ്രണ്ടിലും കയ്യിലും മാത്രമാണ് ഈ ഒരു വർക്ക് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. കണ്ടാ. അപ്പോൾ 6th one ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. കൈയുമൊക്കെ നല്ല ഭംഗിയുണ്ട്. ഞാൻ സൈഡിൽ ഡ്രസ്സ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഉള്ളിൽ സ്റ്റോണാണ് കേട്ടോ. കണ്ടോ, ബട്ടൺസിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റോണാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്. നല്ല വർക്ക്. ഇതിൻ്റെ നെക്ക് പോർഷനിലെ വർക്കും ഒക്കെ നല്ല രസമുണ്ട്. എനിക്കിഷ്ടമായിട്ട് സൂപ്പറായിട്ടുണ്ട്, നല്ല രസമുണ്ട്. അത് 305 308 എന്തോ ആയിരുന്നു തോന്നുന്നു റേറ്റ്. പിന്നെ നെക്സ്റ്റ് വൺ ഒരു ബ്ലൂ കളറിലെ ടോപ്പാണ്. ഇതും സംഭവം എനിക്കിഷ്ടമായി. ഇത് കോട്ടൺ മെറ്റീരിയലാണേ. കോട്ടൻ്റെ അകത്ത് ഗോൾഡും അതുപോലെ ബ്ലൂവിൻ്റെ അകത്ത് ഗോൾഡും അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂവും കൂടെ സ്കൈ ബ്ലൂവും കൂടെ വർക്ക് വരുന്നതാണ്. താഴത്തെ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. സംഭവം ഇട്ടാലും നല്ല രസമായിരിക്കും തോന്നുന്നു. എൻ്റെ സൈസ് മീഡിയമാണ്. നിങ്ങളുടെ കറക്റ്റ് സൈസ് നോക്കിയിട്ട് കാണുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്തൊരു നെഗറ്റീവ് പോയിൻ്റായിട്ട് തോന്നിയത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻ്റാണ്. സോ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ, സ്ഥിരമായി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് പോകുന്ന കാര്യത്തിൽ അസംശയമൊന്നും വേണ്ട. ഇതിൻ്റെ ബാക്കിലും അതുപോലെ തന്നെ ചെറിയ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കൈയുടെ പോർഷനിലും ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. സംഭവം എനിക്കിഷ്ടമായി. ബാക്കിലും താഴത്തായിട്ട് ഇഞ്ചു ഭാഗത്ത് വർക്ക് ഉണ്ട്, ഫ്രണ്ടിലുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇട്ടാലും നല്ല രസമായിരിക്കും തോന്നുന്നു. സംഭവം എനിക്കിഷ്ടമായിട്ട്. നിങ്ങൾക്ക് അറിയില്ല വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ മതി. അപ്പം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് 7 കുർത്തീസാണ്. 7 എണ്ണമാണ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഒരു 300 വേർത്താണ്. ഭയങ്കര വേർത്ത് അല്ലെങ്കിലും ഓക്കെ ആണ്. ചിലത് നല്ലതുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതിനകത്ത് ചിലതെനിക്ക് ഈ ഗ്രീൻ എനിക്കിഷ്ടമായി, ഈ ബ്ലൂ എനിക്ക് നല്ല ഇഷ്ടമായി, ഈ ബ്ലാക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഇതിന് പറയണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതും എനിക്കൊരുപാട് ഇഷ്ടമായി.
കൊള്ളാം. 2 എണ്ണത്തിൻ്റെ കാര്യത്തിലുള്ള എനിക്ക് വലിയ ഇതൊന്നും തോന്നാത്ത കാര്യം, എനിക്ക് അങ്ങനെ ലൈറ്റ് കളേഴ്സിനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ടിട്ടായിരിക്കാം. ഇതും കുഴപ്പമില്ല, ഓക്കെ അത്രേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ റിട്ടേൺ ചെയ്താലോ ഇനി? ദൈവമേ, എൻ്റെ കവറെല്ലാം ഞാൻ കളയുകയും ചെയ്തല്ലോ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, എന്തായാലും വാങ്ങിയല്ലേ, ഇരിക്കട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് ഗേൾസൊക്കെ പുറത്തൊക്കെ പോകണമാണ്, സ്കൂളിൽ പോകണവരുണ്ട്, കോളേജിൽ പോകണവരുണ്ട്, വർക്കിനൊക്കെ പോകണവരുണ്ട്. അപ്പം ഈ ഒരു യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. വേറെ കളേഴ്സ് അവൈലബിൾ ആണ്. സോ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ റേറ്റ് അറിയാൻ പറ്റിയിട്ടുണ്ട്, മെറ്റീരിയൽ അറിയാൻ പറ്റിയിട്ടുണ്ട്, മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, പക്ഷെ ആരും ചെയ്യാറില്ല. കാര്യം ഞാൻ ഇനിയൊരു വീഡിയോ ഇതുപോലെ യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യൂ ലിസ്റ്റിൽ നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വന്ന് കിടക്കും. അതുകൊണ്ടിട്ടാണ് ഞാൻ ലൈക്ക് ചെയ്യാന്നൊക്കെ പറയുക. സോ അപ്പം താങ്ക് യു ഫോർ. മരത്തിൽ റംബൂട്ടാൻ കിളിച്ച് പുറത്തിറങ്ങി പുറമൊന്നും നോക്കാത്തതുകൊണ്ടൊന്നും അറിയാൻ വയ്യ. ഓഗസ്റ്റിലൊക്കെ ആയിരിക്കും കേട്ടോ അതിൻ്റെ വിളവെടുപ്പ് വരുന്നത്. കുഞ്ഞാണ്. നമ്മുടെ ടോപ്പിക്ക് വിട്ട് പോകുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.